ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഷെറിൻ PSC ടിപ്സ്. LPUP എക്സാമിന് വേണ്ടിയും ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയും അക്ഷീണം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതുതായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കേരള ചരിത്രത്തിലെ ഒരു പ്രധാന ടോപ്പിക്കായ പഴശ്ശി കലാപത്തെക്കുറിച്ചാണ്. മുഴുവൻ പോയിൻറ്സും ഉൾക്കൊള്ളിച്ച് വളരെ കുറച്ച് നേരത്തിനുള്ളിൽ നമ്മൾ ആ ടോപ്പിക്ക് മൊത്തമായും പഠിച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി പഠിക്കേണ്ട മറ്റ് രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും. ഇവരുടെ കാലഘട്ടം 1802 മുതൽ 1809 വരെയാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ ആയി അവരുടെ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കാം. ആദ്യം നമുക്ക് വേലുത്തമ്പി ദളവയെക്കുറിച്ച് പഠിക്കാം. 1802 മുതൽ 1809 വരെ തിരുവിതാംകൂർ രാജ്യത്തെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി. തിരുവിതാംകൂറിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പദവിയായ ദളവ സ്ഥാനത്തേക്ക് അതിശയിപ്പിക്കുന്ന വേഗത്തിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി. ഇനി വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാനായ വർഷം 1802 ആണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പിയുടെ ജന്മദേശം കൽക്കുളത്താണ്. കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. അദ്ദേഹത്തിൻ്റെ തറവാട്ട് നാമം തലക്കുളത്ത് വീട് എന്നാണ്. നമുക്ക് ജന്മദേശവും തറവാട്ട് നാമവും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് തരാറുണ്ട് എക്സാമിന്. ജന്മദേശം കൽക്കുളമാണ്, കന്യാകുമാരി ജില്ലയിലെ ജന്മദേശം കൽക്കുളം, കന്യാകുമാരി ജില്ല. വേലുത്തമ്പിയുടെ തറവാട്ട് നാമമാണ് തലക്കുളത്ത് വീട്. വേലുത്തമ്പി ദളവയാകുന്ന സമയത്ത് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഏകദേശം 25 ലക്ഷത്തോളം കടം ആ രാജ്യത്തിന് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്നു കേണൽ മെക്കാളെ. ഇനി വേലുത്തമ്പി ദളവയ്ക്കെതിരെ നടന്ന ഒരു ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. അത് നടന്നത് 1804 തിരുവിതാംകൂർ പട്ടാള ലഹള നടന്ന വർഷം 1804. അതിൻ്റെ പ്രധാന കാരണം തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് അലവൻസ് കുറയ്ക്കാനായിട്ട് ആര് തീരുമാനിച്ചു? വേലുത്തമ്പി ദളവ തീരുമാനിച്ചു. ഇതിന് എതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള 1804. വേലുത്തമ്പി ദളവ കൊല്ലത്തെ കുണ്ടറയിൽ വെച്ച് 1809 ജനുവരി 11 നടത്തിയ ഒരു പ്രസ്താവനയാണ് കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെടുന്നത്. ഏതൊരു PSC എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണ് കുണ്ടറ വിളംബരം നടന്ന വർഷം. അത് ഹൈലൈറ്റർ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. 1809 മുതൽ 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. ഇനി ചിലപ്പോൾ നമുക്കതിൻ്റെ മലയാള മാസത്തിൽ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ 984 മകരം 1, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 984 മകരം 1 ട്ടാ. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് ഇളമ്പള്ളൂർ ക്ഷേത്രം. ആ സമയത്ത് ബ്രിട്ടീഷ് റെസിഡൻ്റ് കേണൽ മെക്കാളെയായിരുന്നു. ഈ കുണ്ടറ വിളംബരത്തിന് ശേഷം നടന്ന ഒരു യുദ്ധമുണ്ട്, അതാണ് കൊല്ലം യുദ്ധത്തിൻ്റെ വർഷം 1809 ജനുവരി 15. ഇനി വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രമാണ് മണ്ണടി ക്ഷേത്രം. 1809 വർഷം വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രം. അദ്ദേഹത്തിൻ്റെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലമാണ് കണ്ണമൂല. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി, പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം ട്രിവാൻഡ്രത്താണ് വേലുത്തമ്പി ദളവയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി വേലുത്തമ്പി ദളവയെക്കുറിച്ച് വേറെ കുറച്ച് പോയിൻറ്റ്സ് കൂടി പഠിക്കാം.
അദ്ദേഹം പറഞ്ഞ ഒരു പ്രശസ്തമായ ഒരു സെൻറ്റൻസാണ്, ഏറ്റവും നിസാരമായ കുറ്റങ്ങൾക്ക് പോലും അവരുടെ നികൃഷ്ട ജന്മാക്കളായ കിങ്കരന്മാർ കഠിന ശിക്ഷ നൽകും. ആരുടെ വാക്കുകൾ? വേലുത്തമ്പി ദളവ പറഞ്ഞ വാക്കുകളാണ് അത്. അദ്ദേഹം വളരെയധികം കോൺട്രിബ്യൂഷൻസ് തിരുവിതാംകൂർ രാജ്യത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് 1 by 1 ആയി എഴുതി പഠിക്കേണ്ടതാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു, അതായത് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി. ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ചു. കുണ്ടറ വിളംബരം നടത്തി. ഇത്രയൊക്കെയാണ് വേലുത്തമ്പി ദളവ ചെയ്ത മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. ഇനി വേലുത്തമ്പി ദളവ കോളേജ് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അത് ധനുവച്ചാപുരമാണ്. ധനുവച്ചാപുരം. ഇനി കേരള സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉള്ള പ്രതിമ ആരുടേതാണ്? അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം വേലുത്തമ്പി ദളവയുടേതാണ്. ഇത്രയാണ് വേലുത്തമ്പിയെക്കുറിച്ച് നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉള്ളത്. നമുക്ക് അടുത്തതായിട്ട് പാലിയത്തച്ഛനെക്കുറിച്ച് പഠിക്കാം. കൊച്ചി നാട്ടുരാജ്യത്തെ പാലിയം പ്രദേശത്തുള്ള പ്രമുഖ നായർ തറവാട് കാരണവന്മാർ അറിയപ്പെടുന്ന പേരാണ് പാലിയത്തച്ഛൻ. കൊച്ചി നാട്ടുരാജ്യത്തെ പാലിയം പ്രദേശത്തുള്ള പ്രമുഖ നായർ തറവാട് കാരണവന്മാർ അറിയപ്പെടുന്ന പേരാണ് പാലിയത്തച്ഛൻ. കൊച്ചി നാട്ടുരാജ്യത്തിലെ പ്രധാനമന്ത്രിയായി പാലിയത്തച്ഛൻ ചുമതല വഹിച്ചിരുന്ന കാലഘട്ടമാണ് 1632 മുതൽ 1809 വരെ. 1632 മുതൽ 1809 വരെ കൊച്ചി നാട്ടുരാജ്യത്തിലെ പ്രധാനമന്ത്രിമാരായി പാലിയത്തച്ഛന്മാർ ചുമതല വഹിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. ഇനി വേലുത്തമ്പിക്ക് ശേഷം ദിവാനായി വന്നത് ഇമ്മിണിത്തമ്പിയാണ്. വേലുത്തമ്പി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ശേഷം ദിവാനായി വന്നത് ഇമ്മിണിത്തമ്പി. ഇമ്മിണിത്തമ്പി ചെയ്ത കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, അതും കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ നോട്ട് ചെയ്ത് പഠിക്കാം. അദ്ദേഹം വിഴിഞ്ഞം തുറമുഖം പണി കഴിപ്പിച്ചു. ബാലരാമപുര പട്ടണം പണി കഴിപ്പിച്ചു. പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചു. ഇതൊക്കെ ചെയ്തത് ആരാണ്? ഇമ്മിണിത്തമ്പിയാണ്. വേലുത്തമ്പിയെ പിടികൂടാൻ സഹായിച്ചതും അതിനുശേഷം മരണശേഷം പുതിയ ദളവയായി ചുമതലയേറ്റ വ്യക്തിയുമാണ് ആര്? ഇമ്മിണിത്തമ്പി. ഇനി വേലുത്തമ്പി ദളവ എന്ന ഫിലിം 1962 സംവിധാനം ചെയ്തത് ജി വിശ്വനാഥാണ്. അതിൽ നടനായിട്ട് അഭിനയിച്ചത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ്. വേലുത്തമ്പിയെ പിടിക്കാനായി നിയോഗിച്ച സൈന്യാധിപൻ ആണ് കേണൽ ലിഗർ. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. വേലുത്തമ്പിയെ പിടിക്കാൻ നിയോഗിച്ച സൈന്യാധിപൻ കേണൽ ലിഗർ. മണ്ണടി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. പത്തനംതിട്ട ജില്ലയിൽ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേലുത്തമ്പി ദളവയെക്കുറിച്ചും പാലിയത്തച്ഛനെക്കുറിച്ചും പഠിക്കാനുള്ള മെയിൻ പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പറയാം. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് മുഴുവൻ പേര്. അദ്ദേഹം അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു. 1802 അദ്ദേഹം ദിവാനായി ചുമതല ഏറ്റെടുത്തത്. യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ. അദ്ദേഹത്തിൻ്റെ ജന്മദേശം കൽക്കുളത്താണ്. തറവാട്ട് നാമം തലക്കുളത്ത് വീട് എന്നാണ്. അക്കാലത്ത് ബ്രിട്ടീഷ് റെസിഡൻ്റായി നിലനിന്നിരുന്നത് കേണൽ മെക്കാളെയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. മലയാള മാസം 984 മകരം 1. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രസന്നിധി ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം. നടന്ന വർഷം 1809 ജനുവരി 15. വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രം. അദ്ദേഹത്തിൻ്റെ മൃതശരീരം കെട്ടിത്തൂക്കിയത് കണ്ണമൂല, തിരുവനന്തപുരം ജില്ല. അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി, പത്തനംതിട്ട ജില്ല. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻസാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി. ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ചു. കുണ്ടറ വിളംബരം നടത്തി.
വേലുത്തമ്പി ദളവ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചാപുരം. കേരള സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള പ്രതിമ ഏതെന്ന് ചോദിച്ചാൽ വേലുത്തമ്പി ദളവയുടേതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേലുത്തമ്പിയെക്കുറിച്ചും പാരിയത്തച്ഛനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോയിൻറ്റ്സ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കേട്ട് ഓഡിയോ ക്ലിപ്പായി ഇത് കേട്ട് നന്നായി പഠിക്കുക. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ ഈ ഒരു പോർഷൻ മൊത്തമായിട്ടും കവർ ചെയ്ത് കഴിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ വീഡിയോയുമായി വരാം. എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും നിങ്ങൾ ക്ലാസ്സിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.